വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. നിങ്ങളീ കാണുന്നത് ഗ്രാമപ്രദേശത്തുള്ള ഒരു കുളമാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കുളത്തെ വേണ്ട രൂപത്തിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന്. അതിൽ വീണ് കിടക്കുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങളൊന്നും എടുത്തു മാറ്റിയിട്ടില്ല. ഉപയോഗശൂന്യമായ അവസ്ഥയിൽ കിടക്കുന്നൊരു കുളമാണ്. അതേസമയത്ത് അതിൻ്റെ ഒരു ഭാഗം സുന്ദരമായി കെട്ടി ചവിട്ടുകളാക്കി വെച്ച അവസ്ഥയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുൻകാലത്ത് കാര്യമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന ആളുകൾ ഇതിനെ കാര്യമായിട്ട് പരിപാലിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കുളമായിരുന്നു എന്ന് ചുരുക്കം. ഇത്തരത്തിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഒരുപാട് കുളങ്ങൾ ഇതിനേക്കാളും പരിതാപകരമായ അവസ്ഥകളിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ നാടുകളിലെ കുളങ്ങളെ അശ്രദ്ധമായി നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് അതിലൂടെ മിസ്സായി പോകുന്നത് ഒരുപാട് ഫലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളക്കര നമുക്കറിയാം ജലം വറ്റിപ്പോകുന്ന അവസ്ഥകളിലേക്ക് മാറുന്നുണ്ട്. ഒരു വേള ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ആ കേരളത്തിൽ ഇത്രയും മഴ ലഭിച്ചിട്ടും വേനൽക്കാലമായാൽ നമ്മൾ വെള്ളത്തിന് വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് മാറുന്നു എന്നതിൻ്റെ ഒരു കാരണം ഇത്തരത്തിൽ വെള്ളത്തെ നമ്മുടെ ഭൂമിയിൽ സംരക്ഷിച്ചു നിർത്തുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് കുളങ്ങളും ചാലുകളും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ അശ്രദ്ധമായിട്ട് നഷ്ടപ്പെടുത്തി കളയുന്നു എന്നതുകൊണ്ടാണ്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ കുട്ടികളിൽ ആർക്കെല്ലാം നീന്തലറിയുമെന്ന ഒരു ചോദ്യത്തിന് സങ്കടപ്പെടുത്തുന്ന മറുപടിയാണ് ലഭിച്ചത്. ഒരുപാട് കുട്ടികൾക്ക് നീന്തലറിയില്ല. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ പുഴകളിലും കുളങ്ങളിലൊക്കെ സജീവമായി നമ്മുടെ മക്കൾ നീന്തി കളിച്ചിരുന്നു. ചെറിയ മക്കൾ വലുപ്പത്തിലേക്ക് കടന്നു വരുന്ന സമയം അവരുടെ ജ്യേഷ്ഠ സഹോദരന്മാരോടുകൂടെ കുളങ്ങളിൽ പോയി നീന്തൽ പഠിക്കുന്നു. രക്ഷിതാക്കൾ അവരെ കുളങ്ങളിലേക്ക് കൊണ്ടുപോയി നീന്തൽ പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുൻകാലങ്ങളിലുണ്ടായിരുന്നു. അതേസമയത്ത് ഇന്ന് അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് ആ മക്കൾക്ക് നീന്തലറിയാതെ പോകുന്നു എന്ന വലിയൊരു അപകടവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വർഷക്കാലത്ത് വെള്ളപ്പൊക്കം അനുഭവിക്കുന്ന നാടാണ് ഇപ്പോൾ നമ്മുടെ കേരളം. വേനലായാൽ വെള്ളമില്ലാത്ത വരണ്ട ഭൂമിയായിട്ട് നമ്മുടെ നാട് മാറുന്നു എന്നത് വേദനാജനകം. ഏതായാലും നമ്മുടെ മക്കൾക്ക് നീന്തൽ പഠിക്കാനുള്ള അവസരങ്ങളായി കിടക്കുന്ന ഇത്തരത്തിലുള്ള കുളങ്ങൾ നഷ്ടപ്പെടുന്നത് ആ തലത്തിലൂടെയും നമുക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാടുകളിലെ കുളങ്ങളെ സംരക്ഷിക്കാൻ കഴിയണം. ജലാശയങ്ങളെ മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ കഴിയണം. ജലത്തെ സംരക്ഷിക്കാനും നമ്മുടെ ഭാവിയെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റാനും നമ്മുടെ വരും തലമുറയ്ക്ക് സമാധാനത്തോടെ പ്രതിസന്ധികളില്ലാതെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കാനും നമ്മൾ ശ്രദ്ധാലുക്കളാകണം.